ട്രാഫിക് ഫൈൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ടീമിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല, സ്കിപ്പ് ചെയ്ത് പോകാം. UAE ലൈസൻസ് ഉള്ള ആളുകൾ തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത്തരം പൊതുവായ കാര്യങ്ങളുടെ ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വിഷയത്തിലേക്ക് വരാം. UAE എക്സ്പ്ലെയിനറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്ന രീതിയാണ്. അധികം ഫോർമാലിറ്റീസ് എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഈ പറയുന്ന അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ നല്ല ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കേൾക്കേണ്ട കണ്ടൻറ്റാണ്. സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമൻറ്റിൽ ചോദിക്കാം. UAEയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ ലിമിറ്റ്, ഓവർ സ്പീഡ്, അതങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തെറ്റിനും ഓരോ സെപ്പറേറ്റ് കൈൻഡ് ഓഫ് ട്രാഫിക് പിഴകൾ ഇവിടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഈ ക്യാമറകൾ ഓവർ സ്പീഡായി കഴിഞ്ഞാൽ ക്യാമറ അടിക്കും. എന്നാൽ ഈ ഫൈനിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് പോയിന്റ് എന്ന ഒരു സംവിധാനം കൂടി ഉണ്ട്. അതായത് എല്ലാ ഫൈനും ഇല്ല. അപ്പോൾ നമ്മൾ ഓവർ സ്പീഡിൻ്റെ ക്യാമറ അടിച്ചു, ആ അടിച്ച സമയത്ത് നമുക്കൊരു ഫൈൻ കിട്ടി. അത് ആ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. എന്നാൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിൽ നമുക്ക് ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയട്ടോ, ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് നോർമൽ ഒരു 400 ദിർഹംസൊക്കെയാണ് ഫൈൻ വരിക. അതിന് നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 800 ദിർഹംസാണ് ഫൈൻ വരിക. ഈ രണ്ട് സമയത്തും 4 ബ്ലാക്ക് പോയിന്റ് നമ്മുടെ ലൈസൻസിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ബ്ലാക്ക് പോയിന്റ് എന്ന സംവിധാനം ഇതും അധികം ആളുകൾക്ക് അറിയുന്നതാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്വന്തം പേരിലുള്ള വണ്ടിയാണ് നമ്മൾ ഓടിച്ച് പോയത് വെച്ചെങ്കിൽ അതിൽ ആ വണ്ടി ഓടിച്ച സമയത്ത് ഉണ്ടാകുന്ന ബ്ലാക്ക് പോയിന്റ് നമ്മുടെ ലൈസൻസിലേക്ക് ഓട്ടോമാറ്റിക്കായി ആഡ് ആവും. എന്നാൽ ഒരു കമ്പനി വണ്ടി ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഓടിച്ചു, ആ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് പോയിന്റ് ഉള്ള ട്രാഫിക് ഫൈൻ പ്ലസ് ബ്ലാക്ക് പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോയിന്റില്ലേ, കമ്പനി വണ്ടിയിൽ കിട്ടിയ ബ്ലാക്ക് പോയിന്റ് അത് നമ്മുടെ ലൈസൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിന് ഓൺലൈനൊരു MOI അല്ലെങ്കിൽ താം സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഓൺലൈൻ വെബ്സൈറ്റ്, ഇത് ചെയ്യുന്ന വെബ്സൈറ്റ്, അതിൽ ഓപ്പൺ ആക്കിയാലൊരു ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ ബ്ലാക്ക് പോയിന്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് പോയിന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് കമ്പനികൾക്ക് നമ്മുടെ ഫൈന് അടക്കാൻ പറ്റുക എന്നുള്ളതാണ്. ചില കേസിൽ ബ്ലാക്ക് പോയിന്റും അതുപോലെ ഫൈനും പ്ലസ് വണ്ടി അവിടെ വെക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ 2 ഉദാഹരണം പറയാം. ഒന്നാമത്, ഇപ്പോൾ നമ്മൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ദിർഹംസ് ഫൈൻ, നോർമൽ ഇട്ടാ 1000 ദിർഹംസ് ഫൈന്, 12 ബ്ലാക്ക് പോയിന്റ്, അതുപോലെ 30 ദിവസം വണ്ടി ഉള്ളിൽ വെക്കണം. ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു യാർഡ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെക്കണം. ദുബായിൽ ചില സ്ഥലത്തൊക്കെ, ദുബായിൽ തന്നെ വണ്ടി യാർഡിൽ കൊണ്ടുപോയിടാതെ നമ്മൾ എവിടെയാണ് നിർത്തിയിട്ടുള്ള അവിടെ തന്നെ നിർത്തിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, ഏതായാലും കാർ ഇമ്പൗണ്ട് എന്ന് പറയാം. ഈ കാർ ഇമ്പൗണ്ട് സമയത്ത് വണ്ടി പുറത്തെടുക്കാൻ പാടില്ല. ഇൻ കേസ് ഇനി ഒരു മാസം നിങ്ങൾക്ക് വണ്ടി വെക്കണ്ട, കാരണം നമ്മുടെ ആ വണ്ടി വെച്ച് നമുക്ക് വേറെ ആവശ്യങ്ങളുള്ളതാണ്, നമ്മളെ അന്നം ആ വണ്ടി കൊണ്ടാണെങ്കിൽ 30 ദിവസം വണ്ടി ഈ പറയുന്ന ഷബക്ക അല്ലെങ്കിൽ യാർഡിൽ വെക്കാതെ അതിന് പകരം ആ 30 ദിവസത്തിന് കൂടി നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ UAEയിൽ, ദുബായ് ഒഴികെയുള്ള എമിറേറ്റിലൊക്കെ 3000 ദിർഹംസാണ്. അങ്ങനെ അതായത് ഡെയിലി 100 ദിർഹംസ് വെച്ചിട്ട് ഈ വണ്ടി ഉള്ളിൽ വെക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ ഇമ്പൗണ്ട് ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ കൊടുത്താലും അങ്ങനെ ഒഴിവാക്കും. അതായത് ഇവിടെ ട്രാഫിക് ഫൈൻ നമുക്ക് ലഭിക്കുമ്പോൾ 3 സംവിധാനങ്ങൾ. ഒന്ന്, ട്രാഫിക് ഫൈന് പൈസ ആയിട്ട്. 2, ബ്ലാക്ക് പോയിന്റിന് കൂടെ കിട്ടും. ചില കേസിൽ ട്രാഫിക് ഫൈനും ബ്ലാക്ക് പോയിന്റും വണ്ടി ഉള്ളിൽ വെക്കുന്ന ഒരു കാർ ഇമ്പൗണ്ട് എന്ന സംഭവം, 3 സംഭവമുണ്ട്. ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പല ആളുകൾക്കും അറിയാത്തൊരു സംഭവം, UAE ട്രാഫിക് ഫൈൻ എന്ന ആ ഒരു എന്താ പറയുക പിഴ നമുക്ക് ലഭിക്കുമല്ലോ. ഇപ്പോൾ ഓവർ സ്പീഡാകുന്ന സമയത്ത് ഫൈന് കിട്ടുന്ന സമയത്ത് ചില ഫൈന് ഇപ്പോൾ 600 ദിർഹംസ് എഴുതിയിട്ട് അതിൻ്റെ ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ട് 300 ദിർഹംസ് എഴുതിയിട്ടുണ്ടാവും. ചില ഫൈൻ അങ്ങനെ ഉണ്ടാവും. അത്തരം ഫൈനുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഫൈൻ നിങ്ങൾക്ക് ഈ അടുത്ത് കിട്ടിയ ഫൈൻ ചെക്ക് ചെയ്യുമ്പോൾ 600 ദിർഹംസ് കാണിക്കുന്നുണ്ട്, 50% ഡിസ്കൗണ്ട്, പിന്നെ 300 ദിർഹംസ് കാണിക്കുകയാണെങ്കിൽ അത് 55 ദിവസത്തിനുള്ളിൽ നമ്മൾ അടച്ചാലേ ഈ ഓഫർ കിട്ടുള്ളൂ. പല ആളുകളും ശ്രദ്ധിക്കാറില്ല. 300 ദിർഹംസാണ് കിട്ടിയത്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് 600 റുപ്യേൻ്റെ ക്യാമറ നമുക്ക് 300 ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ഈ 300 55 ദിവസത്തിന് അടക്കുകയാണെങ്കിൽ 300 അടച്ചാൽ മതി. 55 ദിവസം കഴിഞ്ഞാൽ അത് കൂടും എന്നുള്ളതാണ്. ചിലപ്പോൾ 600 തന്നെ ആവും. ചില കേസിൽ 55% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട് ഉള്ളത് 35% കുറയും ഡിസ്കൗണ്ട്. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പോൾ ഫൈന് കിട്ടിയാൽ പെട്ടെന്ന് അടക്കുക. 55 ദിവസത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിലൊക്കെ തന്നെ പെട്ടെന്ന് അടക്കുക എന്നുള്ളതാണ്
അല്ലെങ്കിൽ ഫൈന് കൂടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പല ആളുകൾക്കും അറിയില്ല. ഇത് ശ്രദ്ധിക്കുക. 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, നമുക്ക് ട്രാഫിക് ഫൈൻ കിട്ടുന്ന സമയത്ത് നമ്മളത് അടച്ചില്ലെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾക്ക് 600 ദിർഹംസ് ഫൈൻ കിട്ടി, ആ ഫൈൻ അടച്ചില്ലെങ്കിൽ ഓരോ മാസം 10 ദിർഹംസ് ഫൈന് വരുന്ന അങ്ങനത്തെ കേസുണ്ട്. ചില ആളുകൾക്ക് ഫൈന് വരാറുണ്ട്. നമ്മൾ ലൈസൻസ് മുൽക്കി പുതുക്കില്ലെങ്കിൽ 10 ദിർഹംസ് വെച്ച് മാസം ഫൈൻ ഉണ്ട്. അങ്ങനത്തെ ഫൈൻ അല്ലാതെ തന്നെ നമുക്ക് ട്രാഫിക് ഫൈനിൻ്റെ പുറത്തും ഇതുപോലെ ഡിലേ ചാർജസ് വരാറുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. പിന്നെ രണ്ടാമത്തെ വിഷയം, ചില ആളുകൾ വണ്ടി ഓടിക്കുമ്പോൾ അവരുടെ ലൈസൻസിൽ, ഇപ്പോൾ സ്വന്തം വണ്ടി ഓടിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് അവർക്ക് വല്ല ഫൈനും കിട്ടിയാൽ അവർക്ക് മെസ്സേജ് വരില്ല. അപ്പോൾ നിങ്ങളെ വണ്ടി ഓടിക്കണം, സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ കിട്ടുന്ന ട്രാഫിക് ഫൈൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ മൊബൈലിലേക്ക് മെസ്സേജ് വരും. ഈ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ MOI വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ട്രാഫിക് ഫയലിൻ്റെ അവിടെയുള്ള രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറില്ലേ അത് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ഫൈനുകൾ, അതുപോലെ മുൽക്കിയ എക്സ്പയർ ആവുന്ന, ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവുന്നതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വന്നുകൊടുക്കും. രണ്ടാമത്തെ വിഷയം, ചില ആൾക്കാർ ലൈസൻസ് എക്സ്പയർ ആയെന്ന് അറിയാതെ വണ്ടി ഓടിക്കും. ലൈസൻസ് അതുപോലെ മുൽക്കിയ എക്സ്പയർ ആയത് അറിയാതെ ഒരാൾ ഈ അടുത്ത് വണ്ടി ഓടിച്ചു. മുൽക്കിയ എക്സ്പയർ ആയി കഴിഞ്ഞാലുള്ള നിയമം, മുൽക്കിയ എക്സ്പയർ ആയി പിന്നെ 1 മാസം കൂടി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. എങ്ങനെ? ഗ്രേസ് പീരീഡ്. ആ ഒരു ഗ്രേസ് പീരീഡിൽ നമുക്കൊരു മാസം ഇൻഷുറൻസ് ഉണ്ടാവും. ഇൻഷുറൻസ് എക്സ്പയർ ആയ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആക്സിഡൻറ്റ് നോക്കിയ ഒരു TC നമ്പർ എന്നുണ്ടാവും. TC നമ്പർ. ഈ TC നമ്പർ തന്നെ ആയിരിക്കും നമ്മുടെ പേരിലുള്ള എല്ലാ വണ്ടിൻ്റെ മുൽക്കിയിലും ആ സെയിം നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഫൈന് കിട്ടിയാൽ അല്ലെങ്കിൽ ക്യാമറ അടിച്ചാൽ അത് നമ്മുടെ ലൈസൻസിലും കാണിക്കാൻ കാരണം രണ്ടിൻ്റെ TC നമ്പർ ഒന്നായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പർ ഉണ്ടാക്കും, ഒരു 135 ദിർഹംസിൻ്റെ പേപ്പർ ഉണ്ടാക്കും. ആ പേപ്പർ അതേപോലെ മുൽക്കിയ ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി ഓണർഷിപ്പ് അയാൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാതെ ഈ ഒരു വക്കാല എന്ന് പറഞ്ഞ കോർട്ടിൽ പോയി ഉണ്ടാക്കുന്ന പേപ്പർ ഉണ്ടാക്കും. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ആ പേപ്പർ ഉണ്ടാക്കിയെന്ന് കരുതി പിന്നെ അയാൾ വണ്ടി ഓടിക്കുന്ന അയാൾ ഉണ്ടാക്കുന്ന ഫൈനില്ലേ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. അങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞ് നിങ്ങളെ വണ്ടി പാകിസ്ഥാനിക്ക് വിറ്റിട്ട് മുൽക്കിയ ഓണർഷിപ്പ് അയാൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തില്ല. കാരണം മുൽക്കിയ 6 മാസം ഡേറ്റ് ബാക്കിയുണ്ടെന്ന് പറയുകയാണ് ഈ വണ്ടി വിൽക്കണതിന്. അങ്ങനെ അയാളൊരു 1-2 ഫൈൻ ഉണ്ടാക്കി, സിഗ്നൽ അടിച്ചു, ക്യാമറ സിഗ്നൽ അങ്ങോട്ട് നിങ്ങൾക്ക് പ്രശ്നമായി. അയാളുണ്ടാക്കുന്ന ഫൈനും നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിലാണ് കാണിക്കുക. അതിൽ നിയമപരമായി നിങ്ങളാണ് അടക്കം ഉത്തരവാദി. കാരണം ഈ വക്കാല എന്നുള്ള പേപ്പറല്ലേ, പേപ്പർ കോർട്ടിൽ നിന്നുണ്ടാകുന്ന പേപ്പർ, അത് ഓൺലി ഫോർ സെല്ലിങ്. ആ വണ്ടി വിൽക്കുന്നതിന് അയാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വക്കാല, പവർ ഓഫ് അറ്റോർണി മാത്രമാണ് അത്. നിയമപരമായിട്ട് അപ്പോഴും ഫൈനുകളൊക്കെ നിങ്ങളെ ലൈസൻസിൽ തന്നെയാണ് വരിക, നിങ്ങളാണ് അതൊക്കെ അടക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പേപ്പർ കൊടുക്കുന്നത് സേഫ് അല്ല എന്ന് ഞാൻ പറയും. മുൽക്കിയ ബാലൻസ് മുൽക്കിയ ഉണ്ടെന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ പൈസ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി ആളുകൾ ചെയ്യും. പക്ഷേ അബദ്ധമാണ്. മുൽക്കിയ അടക്കം വണ്ടി കൊടുക്കുന്നതാണ്, മുൽക്കിയ ഞങ്ങൾ പേരിൽ നിന്ന് മാറ്റുന്നതാണ് സേഫ് എന്നാണ് ഞാനൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഉപദേശം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഫൈനും നിങ്ങളുടെ പേരിൽ തന്നെ വരും എന്ന് അറിയാം. ഇനി പിന്നെ പല ആളുകളും പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾ അറിയാത്തൊരു സംഭവമുണ്ട്. ഇവിടെ സ്പീഡുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അബുദാബിയിലൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അബുദാബി പോകുന്ന ആളുകൾ, പല ആളുകൾക്കും അബുദാബി എമിറേറ്റിൽ ബോർഡിലുള്ള സ്പീഡില്ല, സെയിം സ്പീഡേ പോകാൻ പാടുള്ളൂ എന്ന് അറിയാത്ത ആളുകൾ ഇനിയുണ്ട്. ദുബായ് മറ്റു എമിറേറ്റിലൊക്കെ ആണെങ്കിൽ 80 കാണിച്ചാൽ 100 വരെ അല്ലെങ്കിൽ 99 വരെ പോവാം, 100 ക്യാമറ അടിക്കുള്ളൂ. അബുദാബി എമിറേറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് പോകുമ്പോൾ അബുദാബി ബോർഡർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സൈൻ ബോർഡിലുള്ള നമ്പർ എത്രയാണോ അത് തന്നെയാണ് ആക്ച്വലി സ്പീഡ്. അതിൽ കൂടി കഴിഞ്ഞാൽ ക്യാമറ അടിക്കും, 350, 600 ഒക്കെ അടിക്കും. പിന്നെ അബുദാബി എമിറേറ്റിലും ദുബായ് എമിറേറ്റിലും റാസൽ ഖൈമ എമിറേറ്റിലും ഈ 3 എമിറേറ്റിലും റെഡ് സിഗ്നൽ അടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. റെഡ് സിഗ്നൽ അടിക്കുമ്പോൾ 1000 ദിർഹംസ് മാത്രമല്ല, ചില കേസിൽ 20,000, 50,000 ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പുതിയ അപ്ഡേറ്റ് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 എമിറേറ്റിൽ പ്രത്യേകിച്ചും റെഡ് സിഗ്നൽ നന്നായി ശ്രദ്ധിക്കുക. ദുബായിലൊരു ടെസ്ല കാർ ഇതുപോലെ റെഡ് സിഗ്നൽ അടിച്ചിട്ട് 20,000 ദിർഹംസ് ഫൈന് കൊടുത്തതിൻ്റെ ഒരു കഥ ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂക്ഷിക്കുക. ഓക്കെ. അതുപോലെ അബുദാബി എമിറേറ്റ് പോകുന്ന ആളുകൾ സ്പീഡ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ലൈസൻസ് എടുക്കുന്ന ആളുകൾക്കാണ് ഈ അബദ്ധം പറ്റുക. അതുപോലെ ദുബായിൽ എമിറേറ്റ്സ് റോഡിലാണെങ്കിൽ, അതുപോലെ ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ, നമ്മുടെ ഇവിടുന്ന് ഈ നാഷണൽ പോയിന്റ് കഴിഞ്ഞ് കുറച്ചുകൊണ്ട് ചെയ്യുന്ന റോഡിൽ ഒരു പ്രത്യേക റെഡ് മാർക്ക് ഉണ്ടാവും. അവിടെ സ്പീഡ് കുറയുന്നുണ്ട്. ടോപ്പ് സ്പീഡ് 130 അതായത് 129. 110 എഴുതിയിട്ടുണ്ടാവുക, 130 വരെ പോകാൻ പാടുള്ളൂ. 140 പോയാൽ അവിടെയും ക്യാമറ അടിക്കും. അതുപോലെ നമ്മുടെ എമിറേറ്റ്സ് റോഡിലും അതേ സംഭവമുണ്ട്, ആ ഒരു ഏരിയയിലുണ്ട്. ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഈ ഒരു അബദ്ധം പൊതുവെ പറ്റാറുള്ളത്, ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് റെന്റ് കാർ എടുത്ത് ഓടിക്കുന്ന ആളുകളില്ലേ അവർക്കാണ്. അതായത് നിങ്ങൾ ഓടിക്കുന്ന വണ്ടി അമേരിക്കൻ നിർമ്മിത വണ്ടിയാണെങ്കിൽ അതിൻ്റെ കിലോമീറ്ററിന് പകരം ഓഡോമീറ്ററിൽ മൈൽസ് ആയിരിക്കും.
അപ്പോൾ കിലോമീറ്ററും മൈലും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു അബദ്ധം എപ്പോഴും ശ്രദ്ധിക്കുക. വണ്ടിയിലെ ഓഡോമീറ്ററിൽ KMPH ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി MPH ആണെങ്കിൽ താഴെ KMPH ചെറുതാക്കിയിട്ട് അക്കത്തിൽ എഴുതിയിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആളുകൾ. അതുപോലെ നാട്ടിലെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുകൂടെ വണ്ടി ഓടിക്കാമല്ലോ. അങ്ങനെ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പണി കിട്ടാറുണ്ട്, ശ്രദ്ധിക്കുക. കാര്യങ്ങൾ നിയമപ്രകാരം ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഹെവി ട്രക്ക് ഓടിക്കുന്ന ആളുകളില്ല, വലിയ വണ്ടി, അവർ സ്പീഡ് ട്രാക്കിൽ വണ്ടി കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊടുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന 24 ബ്ലാക്ക് പോയിന്റ്, 1 വർഷം ലൈസൻസ് സസ്പെൻഡാണ് സംഭവം. ഈ ബ്ലാക്ക് പോയിന്റ് സിസ്റ്റം അറിയാലോ, 24 ബ്ലാക്ക് പോയിന്റ് 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ലൈസൻസിൽ വന്നാൽ, അതായത് ഇപ്പോൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ 12 ബ്ലാക്ക് പോയിന്റാണ്. 2 തവണ നമ്മൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ നമുക്ക് 1 വർഷം ലൈസൻസ് അവർ സസ്പെൻഡ് ചെയ്യും. 1 വർഷം പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റാതെ പിന്നെ കമ്പനികൾ കൂലിപ്പണി ചെയ്യുന്ന ഡ്രൈവർമാരെ എനിക്കറിയാം. സോ അത് ശ്രദ്ധിക്കുക. അവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വണ്ടി ഓടിച്ചു, ബ്ലാക്ക് പോയിന്റ് കിട്ടി, ഓൾറെഡി നിങ്ങൾക്ക് ഒരു 20 ബ്ലാക്ക് പോയിന്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ കമ്പനി വണ്ടി ഓടിച്ചപ്പോൾ വീണ്ടും ഒരു 4 ബ്ലാക്ക് പോയിന്റ് വന്നാൽ, ആ 4 ബ്ലാക്ക് പോയിന്റ് വേണമെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ ആരുടെങ്കിലും ലൈസൻസിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് പറഞ്ഞാണ്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. അതുപോലെ ട്രാഫിക് പരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, ട്രാഫിക് ഫൈനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ട്രാഫിക് ഫൈൻ കിട്ടിയാൽ പെട്ടെന്ന് അടക്കുക എന്നുള്ളതാണ്. ട്രാഫിക് ഫൈൻ അടക്കാൻ വേണ്ടി MOI ആപ്പില്ലേ, അത് ഓപ്പൺ ചെയ്തിട്ട് UAE പാസ് ഓപ്പൺ ചെയ്തിട്ട് അതുവഴി ഫൈൻ അടക്കാം. അല്ലെങ്കിൽ TAM എന്നുള്ള ആപ്പുണ്ട്, TAM അബുദാബിൻ്റെ. അതുപോലെ EVG എന്നുള്ള ആപ്പുണ്ട്, EVG എന്നുള്ള സൈറ്റ് ഉണ്ട്. അതുപോലെ ദുബായിൻ്റെ ആണെങ്കിൽ RTA വെബ്സൈറ്റ് വഴി ട്രാഫിക് ഫൈൻ അടക്കാൻ പറ്റുമെന്ന കാര്യം അറിഞ്ഞിരിക്കാം. ചില ആൾക്കാർ ട്രാഫിക് ഫൈന്, ലൈസൻസിൽ ഫൈൻ ഉണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഈ ഫൈൻ അടച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസൽ ചെയ്ത് പോകുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടെങ്കിൽ ആ ഫൈൻ അടച്ചിട്ട് പോകുന്ന, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്ന ആൾക്കാരെ, ലീവിന് പോകണമല്ല, ക്യാൻസൽ ചെയ്ത് പോകുന്ന ആൾക്കാരെ ഫൈന് അടക്കാൻ വേണ്ടി പറയാറുണ്ട് എയർപോർട്ടിൽ നിന്ന്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോവിഡ് സമയത്ത് പല ആളുകൾക്കും ഫൈന് കിട്ടിയിട്ടുണ്ടല്ലേ, 5000, 10,000, 20,000 ദിർഹംസ് ഫൈന് കിട്ടിയത് ഈ കഴിഞ്ഞ റമദാൻ അല്ലാത്ത അതിൻ്റെ മുന്നത്തെ റമദാനിൽ പകുതിയായി കുറഞ്ഞിനോ. ഇപ്പോൾ 5000 ഫൈൻ കിട്ടിയ ആളുകൾക്ക് 2500 ആയിട്ടുണ്ട് അല്ലേ. എന്നാൽ പല ആളുകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ആ ഫൈൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ലൈസൻസ് എക്സ്പയർ ആവാനായിട്ടുണ്ടെങ്കിൽ, പുതുക്കാനായിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവാനായ ആൾക്കാർക്ക് അധികാരം, ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് 5 വർഷം ആവാനാവുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങളെ ലൈസൻസ് ഇപ്പോൾ പുതുക്കാനായിക്കണമെങ്കിൽ നിങ്ങൾ നോക്കുക, ആ ഫൈന് അടക്കാൻ വേണ്ടി അവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഫൈന് കുറക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നില്ല. സോ ആ ഫൈന് അടക്കേണ്ടി വരും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഒരുപാട് ആൾക്കാർ ഫൈൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് അത് അവിടെ കാണിക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നിങ്ങൾ മുറൂറിൽ പോയിട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാം, അത് അടക്കാത്ത രീതിയിൽ ഈ മുൽക്കൊന്ന് പുതുക്കി തരാം. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് അടക്കേണ്ടി വരും എന്നുള്ള കാര്യം അതേ മുൻകൂട്ടി ഫൈൻ അടക്കേണ്ടി വരുന്നുള്ള രീതിയിലാണ് കോവിഡ് സമയത്ത് വന്ന ഫൈന് നിങ്ങൾ ലൈസൻസ് പുതുക്കുമ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ അടക്കേണ്ടി വരും എന്ന വിഷയമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ട്രാഫിക് ഫൈന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടക്കുന്നതാണ് നല്ലത്. അതുപോലെ ദുബായിലൊക്കെ ചില ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഈ ട്രാഫിക് ഫൈന്, RTAൻ്റെ ട്രാഫിക് ഫൈന് വലിയ എമൗണ്ടൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി അടക്കാൻ പറ്റുന്ന വിഷയം ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് RTAൻ്റെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് സന്ദർശിക്കുക. അതുപോലെ അബുദാബി എമിറേറ്റിൽ കിട്ടിയ ഫൈനില്ലേ, അത് അബുദാബി എമിറേറ്റിൽ കുറക്കാനുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ കേട്ടിട്ടുണ്ട്. അതും നിങ്ങൾ അബുദാബിയിലെ ടൈപ്പിംഗ് സെൻറ്ററുകളിൽ ചെന്ന് അപേക്ഷിക്കുക. കഴിയുന്നത് വണ്ടി ശ്രദ്ധിച്ചോടിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ ഒരു മാസം ഒരു 600 ദിർഹംസ് സാലറി നിന്ന് കട്ടായി പോയാൽ പിന്നെ എന്താ ആലോചിക്കുക. സോ ഫൈന് വരാത്ത രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ തീരെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ റാസൽ ഖൈമിലൊക്കെ ഞാൻ ഇവിടുത്തെ അനുഭവം പറയാം. ഇവിടുത്തെ റാസൽ ഖൈമിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ സ്പീഡ് കറക്റ്റ് നോക്കി ഓടിക്കുക. ചില ഏരിയയിലൊക്കെ സ്പീഡ് കുറവുള്ള ഏരിയ ഉണ്ട്, അവിടെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാമറ അടിക്കും. പിന്നെ സിഗ്നലിലൊക്കെ ലൈൻ അനുസരിച്ച് മാത്രം വണ്ടി ലെഫ്റ്റും സ്ട്രൈറ്റൊക്കെ പോവുക. സ്പീഡ് ട്രാക്കിൽ നിന്ന് സ്ട്രൈറ്റ് ഇല്ലെങ്കിൽ അവിടെ സ്ട്രൈറ്റ് പോവാതിരിക്കുക. ചില സെൻട്രൽ ട്രാക്കിൽ ലെഫ്റ്റ് ഉണ്ടാവില്ല, അവിടുന്ന് ലെഫ്റ്റ് പോവാതിരിക്കുക. പോയി കഴിഞ്ഞാൽ 400 ദിർഹംസ് അടിക്കും. പ്രത്യേകിച്ച് റാസൽ ഗൾഫ് സിഗ്നലിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സുരക്ഷിതമായി വണ്ടി ഓടിക്കുന്നവൻ്റെ സ്വർഗം എന്ന് പറയാൻ പറ്റുന്ന റോഡുകളും സംവിധാനങ്ങളും UAE ഇവിടെ നമ്മൾ ഈ പറയുന്ന അശ്രദ്ധമായും ഓവർ സ്പീഡായിട്ടും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും. UAE ട്രാഫിക് ഫൈനുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.